നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബെയ്റൂട്ടിൽ ഡ്രോൺ ആക്രമണം, ഹമാസ് ഉപമേധാവി കൊല്ലപ്പെട്ടു. ഗസയിൽ കൊല്ലപ്പെട്ടവർ 22,000 കവിഞ്ഞു. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹമാസ് ഓഫീസിന് നേരെ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഉപമേധാവി സലിഹ് അൽ അറൂറി അടക്കം 4 പേർ കൊല്ലപ്പെട്ടു. ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസം ബ്രിഗേഡിന്റെ സ്ഥാപകരിൽ ഒരാളാണ് അറൂറി. 15 വർഷം ഇസ്രായേൽ ജയിലിൽ കിടന്ന ശേഷം ലബനനിൽ പ്രവാസത്തിലായിരുന്നു. തെക്കൻ ഗസയിലെ ഖാൻ യൂനൂസ് നഗരം കേന്ദ്രീകരിച്ച് ബോംബാക്രമണത്തിനൊപ്പം പീരങ്കി ആക്രമണവും ഇസ്രായേൽ ശക്തമാക്കി. 24 മണിക്കൂറിൽ 207 പലസ്തീനുകാർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ 5 പേരെയും ഇസ്രായേൽ വധിച്ചു. ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 22,185 ആയി. മധ്യ ഗസയിലെ അൽ ബുറൈജ്, നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ കനത്ത ഷെല്ലാക്രമണമാണ് ഉണ്ടായത്. ഖാൻ യൂനൂസ് ഹമാസ് നേതാക്കളുടെ ഒളിത്താവളമായ തുരങ്കങ്ങളുള്ള മേഖലയിലാണ് ആക്രമണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നും ഹമാസിന്റെ 12 റെജിമെന്റുകളെ ഇല്ലാതെയാക്കിയെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. പലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ ഖാൻ യൂനൂസിലെ ആസ്ഥാനത്തുണ്ടായ ബോംബാക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. പലായനം ചെയ്തെത്തിയ 100 കണക്കിന് ആളുകൾ ഇവിടെയാണ് അഭയം തേടിയിരുന്നത്. ആക്രമണത്തിന്റെ 88-ാം ദിവസവും തങ്ങളുടെ പോരാളികളുടെ വീര്യം ചോർന്നിട്ടില്ല എന്നും ഹമാസ് പ്രസ്താവിച്ചു. കനത്ത പീരങ്കി ആക്രമണത്തിലും ബോംബാക്രമണത്തിലും ഖാൻ യൂനൂസ് നഗരം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കെ റഫയിൽ അഭയാർത്ഥി ക്യാമ്പിൽ കുടിവെള്ളം പോലും ഇല്ലാതെ കുട്ടികളും സ്ത്രീകളും അടക്കം ലക്ഷക്കണക്കിന് ആളുകളുടെ ദുരിതം തുടരുന്നു. ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്ന പരാതിയുമായി ഹേഗിയിലെ രാജ്യാന്തര കോടതിയെ ദക്ഷിണാഫ്രിക്ക സമീപിച്ച സാഹചര്യത്തിൽ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ഇസ്രായേൽ ICJ-യിൽ ഹാജരാകും. 1973 ആക്രമണ മുന്നറിയിപ്പ് നൽകിയ മൊസാദ് തലവൻ അന്തരിച്ചു എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ മുൻ തലവൻ സീവ് സമീർ എന്ന 98 വയസ്സുകാരൻ അന്തരിച്ചു. 1968 മുതൽ 1974 മൊസാദ് തലവനായിരുന്നു. ഈജിപ്തും സിറിയയും ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് എന്ന മൊസാദ് നൽകിയ മുന്നറിയിപ്പ് അന്നത്തെ സർക്കാർ അവഗണിച്ചിരുന്നു. 1973 ഒക്ടോബറിൽ ഈജിപ്തും സിറിയയും ഇസ്രായേലിനെ ആക്രമിച്ചു. 1972 മ്യൂണിക് ഒളിമ്പിക്സിലെ ഇസ്രായേൽ കായിക താരങ്ങളെ വധിച്ച സംഘത്തിലെ പലസ്തീൻ കമാൻഡോകളെ വധിക്കാനുള്ള ദൗത്യത്തിനും നേതൃത്വം നൽകിയത് സമീർ ആയിരുന്നു.